ദിയ കൃഷ്ണയുടെ വിവാഹ ആഘോഷങ്ങൾക്ക് കൊടിയിറങ്ങിയെങ്കിലും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് ദിയ അശ്വിൻ വിവാഹ വിശേഷങ്ങൾ. എല്ലാ കാര്യങ്ങളിലും പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ട് തന്നെ വൈകിയായാലും ദിയയുടെ വെഡിംഗ് വ്ലോഗുമായി ചേച്ചി അഹാന എത്തുമെന്ന് ആരാധകർക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ അഹാന ദിയയുടെ വെഡിംഗ് വ്ലോഗ് യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടു. ദിയയ്ക്ക് എന്നേക്കും സൂക്ഷിക്കാനുള്ള ഒരു മനോഹരമായ വീഡിയോയാണ് അഹാനയുടേത്. വിവാഹത്തിന് മുൻപുള്ള ഒരാഴ്ചത്തെ ചടങ്ങുകൾ ഒറ്റ വീഡിയോയിൽ പഴയ ഓർമ്മകൾ കൂടി ചേർത്ത് വെച്ച് അഹാന മനോഹരമാക്കി. വളരെ മനോഹരമായ വ്ലോഗിന്റെ അവസാന ഭാഗത്ത് അഹാന പറയുന്ന വാക്കുകൾ വീഡിയോ കണ്ടവരുടെയും കണ്ണു നിറയിച്ചു. ദിയയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിവരിക്കാനാകാതെ വാക്കുകൾക്കായി അഹാന പരതി. ആദ്യമായാണ് ഒരു വീഡിയോയിൽ അഹാന ഇത്ര ഇമോഷണലായി സംസാരിക്കുന്നത്. അച്ഛന് വളരെ സന്തോഷമുള്ള ദിവസമാണിന്ന്. കാരണം നീ ഇന്ന് വിവാഹിതയാകാൻ പോവുകയാണ്. നീ ഇങ്ങനെ കൊച്ചുകുട്ടിയായി ഇവിടെയൊക്കെ ഓടിപ്പറന്ന് നടന്നയാളാണ്. സോഫയിലൊക്കെ ചാടിക്കേറി സിനിമ കണ്ട് ചിരിച്ചിരുന്ന ഒരാളാണ്. പെട്ടെന്ന് നീ കല്യാണം കഴിച്ചു പോവുകയാണ്. അതിൽ താൻ സന്തോഷവാനും അനുഗ്രഹീതനുമായി തോന്നുന്നു. നിനക്കും അശ്വിനും ഏറ്റവും നല്ലൊരു വിവാഹ ജീവിതം ആശംസിക്കുന്നുവെന്ന അച്ഛൻ കൃഷ്ണകുമാറിന്റെ വാക്കുകളിലൂടെയാണ് വ്ലോഗ് തുടങ്ങുന്നത്. ഓസിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ എല്ലാവിധ ആശംസകളും. മക്കളുടെ വിവാഹം നടത്തിയതിനേക്കാൾ സന്തോഷം കൊച്ചുമക്കളുടെ വിവാഹം കാണുമ്പോഴുണ്ട്. മറ്റു 3 പേരുടെയും വിവാഹം കൂടി കാണാൻ തങ്ങൾക്ക് കഴിയട്ടെ. അതിലും തങ്ങൾക്ക് വന്ന് പങ്കെടുത്ത് ഡാൻസ് കളിക്കണമെന്നാണ് അഹാനയുടെ മുത്തച്ഛനും മുത്തശ്ശിയും പറഞ്ഞത്. തങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട കുറച്ചു പേർ മാത്രമാണ് വിവാഹത്തിനെത്തിയത്. തന്റെ കൂട്ടുകാരുടെ വിവാഹത്തിന് പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ മാതാപിതാക്കൾ ടെൻഷൻ അടിച്ചെല്ലാം ക്രമീകരിക്കാൻ ഓടി നടക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കൾ വളർത്തിയ രീതിയിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയി. അശ്വിന്റെ കുടുംബം വളരെ നല്ലതാണ്. ഒരു സിമ്പിൾ ഫാമിലിയാണ്. ഞങ്ങൾ വളരെ ഹാപ്പിയാണെന്നാണ് സംഗീത് ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് അഹാന പറഞ്ഞത്. ഓസി വീട്ടിലില്ലെന്നത് തനിക്ക് മിസ് ചെയ്യും. 4 പേരും ഒരുമിച്ച് വീട്ടിലുള്ളതും റൂമിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നതും ഒക്കെ കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. മിക്കപ്പോഴും വഴക്ക് പറഞ്ഞാണ് ഓസിയെ ഞാൻ എഴുന്നേൽപ്പിച്ചിരുന്നത്. ഓസിക്ക് അതൊന്നും പ്രശ്നമല്ല. ഡെയിലി വഴക്ക് പറയാൻ എനിക്ക് ഇനി ആരുമില്ല എന്നാണ് അമ്മ സിന്ധു കൃഷ്ണ പറയുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വെളുപ്പിനെ എഴുന്നേറ്റ് മേക്കപ്പ് ഇടുന്നത്. ഷൂട്ടിന് വേണ്ടി അല്ലാതെ റിയൽ ലൈഫിൽ താൻ ഇത്രയും ഒരുങ്ങുന്നത് ആദ്യമായാണ്. കുറെ കാര്യങ്ങൾ ഇന്നാണ് ജീവിതത്തിൽ ആദ്യമായി ചെയ്യുന്നത്. അനിയത്തിയുടെ കല്യാണമായതുകൊണ്ട് സദ്യക്ക് ടേസ്റ്റ് കൂടുതലുള്ളതുപോലെ തോന്നിയെന്നാണ് വിവാഹ ദിവസത്തെ തന്റെ ലുക്കിനെ കുറിച്ച് അടക്കം സംസാരിക്കവേ അഹാന പറഞ്ഞത്. ദിയയുടെ വിവാഹമായിരുന്നുവെങ്കിലും അന്ന് ചടങ്ങിൽ തിളങ്ങിയത് അഹാനയായിരുന്നു. വിവാഹത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ദിയയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ അഹാന ഇമോഷണലായി. തങ്ങൾ 6 പേർ മാത്രമുള്ള കുടുംബത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം വല്ലാത്തൊരു ഫീലിംഗ്സ് ഉണ്ടാക്കുന്നുവെന്നാണ് അഹാന പറയുന്നത്. ഓസിയുടെ വിവാഹത്തിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഞാനും ഓസിയും വിസിബിൾ അറ്റാച്ച്മെന്റ് ഉള്ള സഹോദരിമാർ അല്ലെങ്കിലും കഴിഞ്ഞ കുറച്ചു നേരമായി എന്തൊക്കെയോ ഒരു ഫീലിംഗ്സ് ആണെന്നും കല്യാണം നടക്കുന്നതും കുടുംബം വലുതാകുന്നതും എല്ലാം വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. മാറ്റം ഇഷ്ടമാണെങ്കിലും എവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നും കുടുംബത്തിലെ ആദ്യ വിവാഹമായതുകൊണ്ട് തങ്ങൾക്കെല്ലാം ഇത് പുതിയ അനുഭവമാണെന്നും തങ്ങൾ ഇതുവരെ 6 പേരുള്ള ഒരു കുടുംബമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറാൻ പോകുന്നുവെന്നും അഹാന പറയുന്നു. എപ്പോഴും ഉള്ളതുപോലെ ഓസി ഇനി തങ്ങൾക്കിടയിൽ ഉണ്ടാവില്ലല്ലോ. അടിയുണ്ടാക്കുമ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് തങ്ങൾ പറയാറുണ്ടെങ്കിലും പോകാൻ വേറെ സ്ഥലമില്ലല്ലോ. ഓസിക്കിപ്പോൾ മറ്റൊരു വീടായി. 26 വർഷത്തെ തന്റെ ജീവിതത്തിൽ മണിക്കൂറുകൾക്ക് ശേഷം മാറ്റം വരാൻ പോകുന്നുവെന്നും പതിയെ ഇത് ശീലമാകുന്നതായിരിക്കും. നല്ലൊരു മാറ്റമാണെങ്കിലും ആ മാറ്റം വരാൻ പോകുന്നത് അറിയുമ്പോൾ എന്തോ പോലെ തോന്നുന്നുവെന്നും ഉറങ്ങാനും ഫുഡ് കഴിക്കാനും മാത്രം വീട്ടിൽ വന്നിരുന്ന ഓസിക്ക് ഇനി തങ്ങളെ മിസ് ചെയ്യുമായിരിക്കുമെന്നും ഇനി കുറെ കൂടി സമയം കണ്ടെത്തി നമ്മുടെ കൂടെ ചെലവഴിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും എന്താണ് തനിക്ക് ഇങ്ങനെ തോന്നിയതെന്ന് തനിക്ക് പോലും അറിയില്ല. ഓസി ഇത് കണ്ട് ഞെട്ടുമായിരിക്കുമെന്നുമാണ് ദിയ കൃഷ്ണയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിറ കണ്ണുകളോടെ അഹാന പറഞ്ഞത്. അതേസമയം നിരവധി പേരാണ് അഹാനയുടെ പുതിയ വ്ലോഗിന് കമന്റുമായി എത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.